യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ അമ്മയായ മറിയം യേശു കർത്താവിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, മോനെ വീഞ്ഞ് തീർന്നുപോയി, ഇവിടെ വീഞ്ഞില്ല. അപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നതിൽ മറിയത്തിന് മാത്രമേ അപ്പോൾ അറിയുള്ളൂ യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണെന്നും സ്വർഗീയനാണെന്നുമുള്ള സത്യം. ശിഷ്യന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ. കാരണം യോഹന്നാൻ 2:11 പറയുന്നുണ്ട്, ഈ കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞായതിനു ശേഷമാണ് അവൻ്റെ ശിഷ്യന്മാർ പോലും അവനെ വിശ്വസിച്ച് തുടങ്ങിയത്. അന്ന് ആ വീട്ടിൽ നിൽക്കുന്നതിൽ യേശു ആരെന്ന് അറിയാവുന്നത് മറിയത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് മറിയം പരിഹാരകനായവൻ്റെ അരികിലേക്ക് പ്രശ്നം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടോ? ആ പ്രശ്നം നാട്ടുകാരോടല്ല പറയേണ്ടത്, ആ പ്രശ്നം പരിഹാരകനായ ക്രിസ്തുവിനോട് പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരണം. വൈദ്യശാസ്ത്രം കൈവിട്ടതായിരിക്കാം, മനുഷ്യൻ കൈവിട്ടതായിരിക്കാം, ഇനി ഒരിക്കലും അതിനകത്ത് എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് മടങ്ങി വരവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. പക്ഷേ യേശു കർത്താവിൻ്റെ കയ്യിലേക്ക് ആ ഫയൽ ഒന്ന് കൈമാറാൻ തയ്യാറായാൽ അത് അത്ഭുതമാക്കി മാറ്റും. പ്രശ്നത്തെ കൊണ്ടുവരേണ്ടത് പരിഹരിക്കുന്നവന്റെ മുൻപിലാണ്. ആ വീട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോൾ മറിയം ആ പ്രശ്നം അവതരിപ്പിച്ചത് കല്യാണത്തിന് വന്ന എല്ലാവരോടും അല്ല, കൃത്യമായി മറിയം ആ വിഷയം അറിയിച്ചത് പരിഹാരകനായ ക്രിസ്തുവിനോടാണ്. യേശു ക്രിസ്തു ഏക പരിഹാരകൻ, യേശു ക്രിസ്തു ഏക ഉത്തരം, യേശു ക്രിസ്തു മാത്രം വഴിയും സത്യവും ജീവനും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു.